നമസ്കാരം. രാജസ്ഥാനിൽ പുതിയ BJP സർക്കാർ അധികാരമേറ്റതിന് ശേഷം അവിടുത്തെ സ്കൂളുകളിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. എല്ലാ സ്കൂളുകളിലും സൂര്യ നമസ്കാരം ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നിർബന്ധമാക്കുക എന്ന തീരുമാനമായിരുന്നു. ആ തീരുമാനം ഇന്നു മുതൽ രാജസ്ഥാനിലെ സ്കൂളുകൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഈ ഒരു ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജസ്ഥാനിലെ വിവിധ മുസ്ലിം സംഘടനകൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തെഹ്രികെ ഉലമ ഹിന്ദ്, മുസ്ലിം മുസാവിർ ഖാന കമ്മിറ്റി, ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ, ജമയത്തുൽ ഉലമ രാജസ്ഥാൻ തുടങ്ങിയ മുസ്ലിം സംഘടനകളാണ് സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സർക്കാർ ഉത്തരവ് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് എന്നാണ് ഈ മുസ്ലിം വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, ഫെബ്രുവരി 15-ാം തീയതി സ്കൂളിൽ പോകരുത് എന്നും പരിപാടി ബഹിഷ്കരിക്കണമെന്നും ഉലമ-ഇ-ഹിന്ദ് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. സൂര്യ നമസ്കാരത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ രാജസ്ഥാനിലെ ഹൈക്കോടതി വരെ കയറിയിട്ടുമുണ്ട്. എന്തായാലും ഹിന്ദുക്കൾ സൂര്യനെ ദൈവമായി കാണുന്നുവെന്നും എന്നാൽ ഇസ്ലാമിൽ അള്ളാഹുവിന് മുകളിലായി ആരുമില്ല എന്നുമാണ് ജമിയത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ വഹീദ് ഖത്രി പറഞ്ഞത്. അതേസമയം തന്നെ സൂര്യ നമസ്കാരം ഒരു മതപരമായ ആചാരമല്ല എന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, ജൂൺ 21 ആഗോളതലത്തിൽ തന്നെ യോഗ ആചരിക്കുന്നുണ്ട്. അതുപോലെ ഒരു ആരോഗ്യപരമായ ബെനഫിറ്റ് നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ആചരിക്കുന്നത് എന്നാണ് നിലവിൽ BJP സർക്കാരിന്റെ പക്ഷം. എന്തായാലും മതം വലുതാണ് എന്ന് വീണ്ടും കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് രാജസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ കേസ് ഇപ്പോൾ കോടതിയിലാണ് ഉള്ളത്. കോടതിയുടെ തീരുമാനം വളരെ നിർണായകമാകും. പുതിയ പാഠ്യ പദ്ധതിയാണ് ഈ ഒരു ആരോഗ്യത്തിന് അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികമായ ഒരു മെച്ചപ്പെടലിനൊക്കെ ഉതകുന്ന രീതിയിൽ ഈ സൂര്യ നമസ്കാരം അവരുടെ കരിക്കുലത്തിൽ ആഡ് ചെയ്തത്. ഇതാണ് ഇപ്പോൾ വേണ്ട എന്ന് അവിടുത്തെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളോടും പറഞ്ഞിരിക്കുന്നത്, ഇത് തുടങ്ങുന്ന ദിവസം നിങ്ങൾ സ്കൂളിലേക്ക് പോകേണ്ടതില്ല എന്ന്. എന്തായാലും വരും ദിവസങ്ങളിൽ രാജസ്ഥാനിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.